Hi everyone, it's me Momsi. Welcome to day 19 of our 21 days challenge. മെയ് ഫസ്റ്റിനായിരുന്നു നമ്മൾ ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടൈം തൊട്ടിട്ട് നമ്മളെ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില മാറ്റങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ലെറ്റിംഗ് ഗോ, വിട്ടയക്കൽ. കാരണം ചിലപ്പോഴൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് സംഭവങ്ങളായിരിക്കില്ല, അവയെ വിട്ടയക്കാൻ കഴിയാത്ത നമ്മുടെ ഒരു മാനസിക അവസ്ഥയാണ്, നമ്മുടെ മനസ്സാണ്. അതായത് ചില മെമ്മറീസ്, ചില ആളുകളെ, ചില ഡിസപ്പോയിൻറ്റ്സ്, ചില റിഗ്രറ്റ്സ്, കാര്യങ്ങളൊക്കെ. പുറത്ത് നമ്മൾ നോർമലായി മേ ബി ചിരിക്കുന്നുണ്ടാകാം, ആളുകളോട് നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ടാകാം, പക്ഷെ ഉള്ളിൽ ആ പഴയ വേദനകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു പഴയ വേദനകൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഭാരമായി കൊണ്ടിരിക്കുന്നുണ്ടാകാം. നമ്മളിൽ പലരും നമ്മളുടെ പഴയ പെയിന് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരോ പണ്ട് പറഞ്ഞ ഹാർഷ് വേർഡ്സ്, ആരോ നമ്മളെ ചതിച്ചത്, നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെയുള്ള റിഗ്രറ്റ്സ്, ഇവയെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുകയാണല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യു കനോട്ട് റിസീവ് പീസ് വൈൽ ഹോൾഡിങ് പെയിൻ ടു ടൈറ്റ്ലി. ഒരു കൈ നിറയെ പഴയ വേദന പിടിച്ചു നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫ് തരുന്ന പുതിയ സന്തോഷങ്ങളെ സ്വീകരിക്കാൻ ഇടമുണ്ടാകില്ല, അല്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്രകൃതി പോലും നമ്മളെ ഈ ഒരു ലെറ്റിംഗ് ഗോനെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മരങ്ങൾ പഴയ ഇലകൾ വിട്ട് കളയുമ്പോഴാണ് പുതിയ ഇലകൾ അവിടെ വളരുന്നത്. ആൻഡ് സൺസെറ്റ് അവസാനിക്കുന്നിടത്താണ് പുതിയ സൺറൈസ് വരുന്നത്. അതുപോലെ നമ്മൾ ചില കാര്യങ്ങളെ വിട്ടയക്കുന്ന സമയത്താണ് നമുക്ക് പുതിയ ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. ഓക്കെ, ആസ് എ മെൻറ്റർ ഞാൻ മനസ്സിലാക്കിയത്, ഹീലിംഗ് എന്നത് എല്ലാം മറക്കുക എന്നതല്ല. നമുക്ക് ഓർമ്മകൾ ഉണ്ടെങ്കിലും അവ ഇനി നമ്മളെ തകർക്കാത്ത അവസ്ഥയിലെത്തുക എന്നതാണ് ഹീലിംഗ്. ചിലപ്പോൾ നമുക്ക് അതിനൊരു പൂർണ്ണൊരവസാനം കിട്ടാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. കാരണം എല്ലാവരും നമ്മുടെ ഫീലിംഗ് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, എല്ലാവരും ചെയ്ത തെറ്റിന് സോറി പറയില്ല, എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരങ്ങൾ ലഭിക്കില്ല. പക്ഷേ നമ്മുടെ പീസിന് വേണ്ടി നമ്മൾ തന്നെ ചില ചാപ്റ്റേഴ്സ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഫോർഗീവ്നെസ് എന്നത് അവർ ഡിസേർവ് ചെയ്യുന്നതിനാലല്ല, നമുക്ക് പീസ് ഡിസേർവ് ചെയ്യുന്നതിനാലാണ്. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റൂം പോലെയാണ്. പഴയ വേദനകൾ, ഓൾഡ് കോൺവെർസേഷൻസ്, അൺഹീൽഡ് ആയിട്ടുള്ള ഇമോഷൻസ്, നെഗറ്റീവ് തോട്ട്സ്, ഇവയെല്ലാം നിറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ ലൈറ്റ് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് കുറയും. സോ ലെറ്റിംഗ് ഗോ എന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല, അതൊരു സ്ട്രെങ്ത് ആണ്. കാരണം എല്ലാം പിടിച്ച് എല്ലാം ഹോൾഡ് ചെയ്ത് നിൽക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും, പക്ഷെ ഹേർട്ട് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് സ്ലോലി ഡിറ്റാച്ച് ചെയ്യുക എന്നതിന് ഒരു ധൈര്യം വേണം എന്നുള്ളതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക, മറിച്ച് അതിനെ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകരുത് എന്നാണ്. ആ പെയിനും വെച്ച് നിങ്ങൾ ജീവിക്കരുത് എന്നതാണ്. ബിക്കോസ് നിങ്ങളുടെ സ്റ്റോറി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡയറിയിൽ 2 കാര്യങ്ങൾ എഴുതുക. ഒന്ന്, നിങ്ങൾ ഇപ്പോഴും മെൻ്റലി ഹോൾഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്. 2, അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ എഴുതുക. നിങ്ങൾ തന്നെ അതൊന്ന് വിലയിരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.